ദിയയുടെ പ്രസവത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ആ ഒരു ലേബർ സ്യൂട്ട് കൂടിയായിരിക്കും അല്ലേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോട്ടൽ റൂം പോലെയുള്ള മുറി. ആ മുറിയുടെ ഒരു ദിവസത്തെ വാടക 12,000 രൂപയാണ്. അത് നമ്മൾ സാധാരണ ഒരു പ്രസവത്തിന് വേണ്ടി കരുതി വയ്ക്കുന്ന പൈസയുടേക്കാൾ ഒരു 40,000 50,000 രൂപ കൂടി നമ്മൾ കരുതി വെക്കണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രസവത്തിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് എപ്പോഴും അറിയാം നമ്മുടെ സമൂഹം രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് അല്ലേ. സാമ്പത്തികമായി ഉയർന്നവരും സാമ്പത്തികമായി താഴ്ന്നവരും. എല്ലാ സുഖ സൗകര്യങ്ങളും ആദ്യം അനുഭവിക്കുന്നത് സാമ്പത്തികമായി ഉയർന്ന തട്ടിൽ നിൽക്കുന്നവർ തന്നെയാണ്. ദിയയെ പോലെ താഴെത്തട്ടിലുള്ളവർക്ക് ഇതെല്ലാം കാണാൻ മാത്രമേ യോഗമുണ്ടാവാറുള്ളൂ, അനുഭവിക്കാൻ യോഗമുണ്ടാവാറില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ലേബർ സ്യൂട്ടിലെ ഡെലിവറിയും സാധാരണ ലേബർ റൂമിലെ ഡെലിവറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ആദ്യം നമുക്ക് ലേബർ റൂമിൽ നിന്ന് തുടങ്ങാം അല്ലേ. ഒരു ലേബർ റൂം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള റൂമല്ല ലേബർ റൂം. ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ലേബർ റൂം എന്ന് പറഞ്ഞാൽ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇങ്ങനെ നീണ്ട് ഒരു നിരയായിട്ട് അവിടെ ബെഡ് ഉണ്ടാവും. അതിനകത്ത് എല്ലാത്തിലും തന്നെ രോഗികളും കാണും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണെത്താ ദൂരത്ത് ആണ് ഈ രോഗികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഒരാൾ വേദന കൊണ്ട് പൊളഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ സത്യത്തിൽ നമുക്കറിയില്ല ഇത് ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്. ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവോ ഇയാളാണോ വിളിച്ചത്. അതുകൂടാതെ ഈ ആളുടെ ഒച്ചയും ബഹളവും കേൾക്കുമ്പോൾ അടുത്ത് കിടക്കുന്നവർക്കും കൂടെ പേടിയാവുകയാണ് അല്ലേ. ആ ഒരു സ്ട്രോങ് കൺട്രാക്ഷനും പെയിനും വരുന്നത് ഒരാൾ പ്രസവിക്കുന്നത് ചുറ്റുമുള്ള എല്ലാവരും അറിയുകയും ചെയ്യും. അതാണ് ലേബർ റൂമിൻ്റെ അവസ്ഥ. പക്ഷേ റൂമിൻ്റെ അകമെല്ലാം വളരെ ഹൈജീനിക് ആയിരിക്കും, രോഗാണുവിമുക്തമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്ന് ആളുകളെ ഇങ്ങനെ റൂമിലേക്ക് കയറ്റാത്തതിന് ഒരു റീസൺ രോഗാണുവിമുക്തമാണ്. രണ്ടാമത്തെ റീസൺ പ്രൈവസി. ഇപ്പോൾ നമ്മൾ ലേബർ റൂമിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ആഗ്രഹം കാണും ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ അമ്മയോ ആരെങ്കിലുമൊക്കെ ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ അവിടെ പ്രൈവസിക്കും കൂടെ പ്രാധാന്യം കൊടുക്കണം അല്ലേ. മറ്റുള്ളവർക്കും ഒരു സ്വകാര്യത, അവരും സ്വകാര്യത ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലേബർ റൂമിലേക്ക് ആരെയും കയറ്റാത്തത്. ഇത് നമ്മൾ സാധാരണ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ലേബർ റൂമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിരനിരയായിട്ട് കണ്ണെത്താ ദൂരത്തോളൊന്നും ബെഡും രോഗികളൊന്നും കാണില്ല. എന്നാലും വിരലിൽ എണ്ണാവുന്ന രോഗികൾ ലേബർ റൂമിൽ കാണും. അവിടെയും ഇതുപോലെ തന്നെ ഒരു പ്രൈവസിയും അതുപോലെ തന്നെ ആ ഒരു ഹൈജീനിക്കും ഒരു രോഗാണുവിമുക്തവും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെയും ഇതുപോലെ ആരെയും അകത്തേക്ക് കയറ്റാറില്ല. നമുക്കറിയാം ലേബർ റൂമിനകത്ത് ഡോക്ടറായാലും നേഴ്സായാലും എല്ലാവരും തന്നെ ഗ്ലൗസും മാസ്കും ഗൗണും ഏപ്രണും എല്ലാം ഇട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവരൊക്കെ അത്രയും സ്റ്റെറൈലായിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ആ നവജാത ശിശുവിനും ആ ഡെലിവറി കഴിയുന്ന അമ്മയ്ക്ക് അറിയാമല്ലോ, താഴെ ഭാഗത്തും സ്റ്റിച്ച് ഉണ്ടാവും. ആ സ്റ്റിച്ച് മുറിവുണ്ടാവും, മുറിവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവരുത്, അതുപോലെ തന്നെ ജനിച്ച് വീഴുന്ന നവജാത ശിശുവിനും ഇൻഫെക്ഷൻ ഉണ്ടാവരുത്. അത് കരുതിയിട്ട് തന്നെയാണ് അവരിത്രമാത്രം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ഒരു ലേബർ സ്യൂട്ടിലേക്ക് വരുമ്പോൾ ഇതല്ല അവിടുത്തെ അവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 12,000 രൂപ മുടക്കി നമ്മളൊരു റൂം എടുക്കുകയാണ് അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സൗകര്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ നിർത്തി നമുക്ക് പ്രസവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു റൂം ബുക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ ദിയയും ചെയ്തത്. ശരിക്കും ഈ ഒരു പ്രസവം മൂലം ഏറ്റവും ഗുണം കിട്ടിയത് ദിയയ്ക്കല്ല, ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്പിറ്റലുകാർക്കാണ് അല്ലേ. അവർക്കൊരു ഫ്രീ പ്രൊമോഷനാണ് ഈ ഒരു ഡെലിവറിയിലൂടെ കിട്ടിയത്. ആ വീഡിയോ എത്ര ലക്ഷം ആളുകൾ കണ്ടു എന്ന് തന്നെ എനിക്ക് നിശ്ചയമില്ല. തുടക്കത്തിൽ നോക്കിയപ്പോൾ 50 ലക്ഷമോ 75 ലക്ഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അത്രമാത്രം ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. ആളുകൾ അതിനകത്ത് വേറെ വൃത്തിയോടോ മോശമായിട്ടുള്ള കാര്യങ്ങളോ കാണാൻ വേണ്ടിയിട്ടല്ല ആ വീഡിയോ കണ്ടത്. കാരണം അതിന് നെഗറ്റീവ് റിവ്യൂസ് വളരെ 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 കുറവാണ്. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കാണുന്നത്. ആ വീഡിയോ കാണുന്ന ഒരു സ്ത്രീയും, അത് നിങ്ങളുടെ അമ്മയാവാം, ഭാര്യയാവാം, ആവാം, ആരായാൽ പോലും അവർ ശരിക്കും ആ ഒരു ലേബർ പെയിൻ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയാണ് അവർ ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് അല്ലേ. നമ്മൾ പ്രസവിക്കാൻ പോവുകയാണ്, നമ്മൾ ഇൻ ലേബറിലാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ കാണുമ്പോൾ വരുന്നത്. ഒരിക്കലും ഒരു സിനിമയിൽ ഒരു പ്രസവരംഗം ചിത്രീകരിക്കുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ ഇങ്ങനെയൊന്നും തോന്നാറില്ല. പക്ഷെ ദിയയുടെ വീഡിയോയിൽ അതൊരു റിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കും ആ ഒരു വേദന അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ
കാണുന്ന ലേഡികൾ ഭർത്താവിനെയോ മകനെയോ അനിയനെയോ ഇവരെല്ലാവരെയും ഇവരത് വിളിച്ച് കാണിച്ചിട്ടുണ്ടാവാം. ഈ രണ്ട് കൂട്ടരുടെയും കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടാവാം അല്ലേ. ഇനി നമ്മൾ ഈ വേദന അനുഭവിച്ച് തന്നെ പ്രസവിക്കണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധം എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അത്രയില്ല. കാരണം എന്ത് ചെയ്യുക, പെയിൻ ഉണ്ടാവാതിരിക്കാനായിട്ട് മെഡിസിൻ എടുത്തിരുന്നു. അതിൻ്റെ പേരാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയും. അതായത് നമ്മൾ സിസേറിയൻ ചെയ്യുമ്പോൾ നട്ടെല്ലിനൊരു ഇഞ്ചക്ഷൻ എടുക്കും. ആ ഒരു സൈറ്റിൽ തന്നെയാണ് ഈ എപ്പിഡ്യൂറൽ അനസ്തേഷ്യയ്ക്കുള്ള ഇഞ്ചക്ഷനും എടുക്കുന്നത്. നമ്മുടെ ആ ലോവർ പോർഷൻ ജസ്റ്റ് മരവിപ്പിക്കുന്ന ഒരു രീതിയാണത്. ആ ഒരു ഇഞ്ചക്ഷനിലൂടെ നമുക്ക് ആ ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേദന അധികം വരില്ല. അപ്പം കുഞ്ഞ് ഡൗൺ ആയി താഴേക്ക് ഇറങ്ങി വന്നാലും നമുക്ക് ജസ്റ്റ് ഒരു അൺകംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളത്. അത് പെയിൻ ഉണ്ടാവില്ല. പെയിൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എത്രയും വേഗം നമുക്ക് പുഷ് ചെയ്ത് ബേബി ഒന്ന് ഔട്ടാക്കണം എന്നുള്ളൊരു സെൻസേഷൻ നമുക്ക് കിട്ടുക അപ്പോഴാണ്. അതേസമയം ഈ ഒരു എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവില്ല. അപ്പോൾ കൂടെ നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്യും. പുഷേ 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 അങ്ങനെ നിർബന്ധിച്ചിട്ട് തന്നെയാണ് ഒരു ബേബി ഔട്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വലിയൊരു AC റൂമിലും സ്യൂട്ടിലും ഒന്നും ഡെലിവറി ആവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അല്പമെങ്കിലും സാമ്പത്തികമുള്ളവർ ഇതുപോലുള്ള എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും അല്ലേ. നമുക്ക് സാമ്പത്തികമുള്ളവരായാലും സാമ്പത്തികമില്ലാത്തവരായാലും ആരായാലും ശരി, നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ആ വേദന എടുത്ത് അലറി വിളിച്ച് അതിൻ്റെ ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ അമ്മയോ നമ്മുടെ ആരെങ്കിലും ഒന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നല്ലേ. അത് സാമ്പത്തികം നോക്കിയിട്ടല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അത് ആ സമയത്തുള്ള നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറൊന്നും ആ സമയത്ത് അവിടെ ഇല്ല നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് ആശുപത്രികളിലെ പരിമിതികൾ അറിയാം. ഒരു സാധാരണ ചെറിയൊരു പ്രൈവറ്റ് ആശുപത്രികളിലെ പരിമിതികൾ നമുക്കറിയാം. പക്ഷേ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്. എന്താ അറിയുമോ, സാധാരണക്കാരനും പ്രാപ്യമായിട്ടുള്ള രീതിയിൽ ഒരു റേറ്റ് ഫിക്സ് ചെയ്യാന്നുള്ളത്. അപ്പം ദിയയുടെ കേസിൽ കണ്ട പോലെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള ഫെസിലിറ്റീസ് ഒന്നും വേണ്ട. ഒരു ചെറിയ റൂം മതി. ലേബർ റൂമിനോട് ചേർന്ന് സെയിം ആ ഒരു മെറ്റേണിറ്റി ഫ്ലോറിൽ തന്നെ ഒരു റൂം അതിന് വേണ്ടി സെറ്റ് ചെയ്യുക. അതിനകത്ത് അണുവിമുക്തമായിട്ടുള്ളൊരു റൂമായിരിക്കണം. കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഇനീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ റെഡി ആയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർ ഹസ്ബൻഡിനെയോ അച്ഛനെയോ അമ്മയോ ആരെങ്കിലുമൊക്കെ കയറ്റി നമുക്കൊരു ആശ്വാസത്തോടു കൂടി തന്നെ നമുക്കൊരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് വരവേൽക്കാനായിട്ട് പറ്റും അല്ലേ. പണ്ട് കാലത്തെ പോലെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ് ലേബർ റൂം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള നേഴ്സായിരിക്കില്ല, പരിചയമുള്ള ഡോക്ടറായിരിക്കില്ല. നമ്മൾ അത്രയും ദിവസം ആ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോയതായിരിക്കും. പക്ഷേ നമ്മൾ ആ ഡെലിവറി സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ ആയിരിക്കില്ല. ഒരു എമർജൻസിക്ക് അവർ വേറെ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വരുന്നത് വേറെ ഡോക്ടറായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു ഡോക്ടറും പരിചയമില്ലാത്ത നേഴ്സും ആകെപ്പാടി നമുക്കൊന്നും പരിചയം ഉണ്ടാവില്ല. പിന്നെ ഡെലിവറി ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടി ആയിരുന്നെങ്കിൽ തീർന്നു കഥ അല്ലേ. പിന്നെ ചിലർക്ക് കിട്ടുന്ന ലേബർ റൂം എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അവർ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ പ്രസവിക്കണമെന്ന് തോന്നില്ല. ചിലർക്ക് ഇനി മേലാൽ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോവില്ല. അങ്ങനെ പല രീതിയിലുള്ള എക്സ്പീരിയൻസുകളാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. പക്ഷേ ഈ ലേബർ സ്യൂട്ടുകളിലുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ മനോഹരമാണ് അല്ലേ. എല്ലാവരുടെയും പ്രസൻസിൽ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ പ്രസൻസിൽ നമ്മുടെ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് വരവേൽക്കാൻ കഴിയുക എന്നുള്ളത് ഓരോ സ്ത്രീയുടെയും മനോഹരമായിട്ടുള്ള ഒരാഗ്രഹമായിരിക്കും. അപ്പോൾ ആശുപത്രികളിൽ ഇതേപോലെയുള്ള ചെറിയ സെറ്റപ്പിൽ കൊടുക്കാൻ പറ്റുന്ന ലേബർ സ്യൂട്ടുകൾ റെഡിയാക്കുകയാണെങ്കിൽ വളരെ വളരെ മനോഹരം. അപ്പോൾ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് പോലും നമുക്ക് ഇതുപോലെ വീഡിയോസ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ഇതിപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ. നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ, പണ്ട് കാലത്ത് നമ്മളോട് പറഞ്ഞിട്ടില്ലേ 9 മാസം കഷ്ടപ്പെട്ട് നിന്നെ പ്രസവിച്ചു. അപ്പോൾ നമുക്ക് ഈ കഷ്ടപ്പെട്ട് പ്രസവിച്ചു എന്നുള്ളത് പറയണ്ട, ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ നിർത്തങ്ങ് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.